ശ്രീമൻ നാരായണീയം ദശകം 1 ശ്ലോകം 10. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹേജോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസി ന ക്വാപിതേ സംഗവാർത്താം തത്വാദാകാരവാസിൻ മുരഹര ഭഗവൻ ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. മുരാരിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഐശ്വര്യം ശങ്കരാദികളായ ദേവന്മാരുടെ പ്രവൃത്തികളെ അതാത് അധികാരങ്ങളിൽ വ്യാപരിപ്പിക്കുന്നു. വീര്യം ആകട്ടെ അന്യന്മാരുടെ തേജസ്സിനെ ഹരിക്കുന്ന ബ്രഹ്മാദികളുടെ പ്രഭാവത്തെ സംഹരിക്കുന്നു. അങ്ങയുടെ യശസ് മുക്തന്മാരായ യോഗികളാൽ വർണ്ണിക്കപ്പെടുന്നു. മാത്രമല്ല, ശ്രവണ മാത്രത്താൽ തന്നെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ്. ഭഗവാന്റെ ശ്രീയാകട്ടെ ഭഗവത് ശരീരവുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ആത്മാവിനെയും സ്വമായയെയും മായാപ്രപഞ്ചത്തെയും നന്നായി അറിയുന്ന ജ്ഞാനിയാണ്. അങ്ങേക്ക് ഒരു വിഷയത്തിലും സംഗമില്ല. ഭഗവാൻ നിസ്സംഗനാണ്. അതിനാൽ ഭഗവാൻ എന്ന ശബ്ദത്തിന്റെ മുഖ്യ വാച്യാർത്ഥമാകുന്നു ഭഗവാൻ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം ഇവ ആറും ചേരുന്നതാണ് ഭംഗം. ഇവയിൽ എല്ലാ തികയാത്തവരായും ചിലപ്പോൾ ഭഗവാൻ എന്നും പറയാറുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ശബ്ദത്തിന്റെ അർത്ഥം പൂർണ്ണമല്ല. എന്നാൽ ഇവ ആറും പൂർണ്ണമായി ഭഗവാനിൽ വിലസുന്നതുകൊണ്ട് ഐശ്വര്യാദികൾ ആറും തികഞ്ഞ ഭഗവാനാണ് യഥാർത്ഥ ഭഗവാൻ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം.